ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ വിപ്ലവം എന്ന് വാഴ്ത്തപ്പെട്ട ഒല ഇലക്ട്രിക്കിനെ കുറിച്ചിട്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ വന്ന് ആ ഒരു കമ്പനി വളരെ വലിയ രീതിയിൽ കത്തിക്കയറി പോവായിരുന്നു. എന്നാൽ പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് ആ ഒരു കമ്പനി കടന്നു പോകുന്നത്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. നമുക്കറിയാം, ഈ ഒരു ഒല ഇലക്ട്രിക്കിൻ്റെ IPO ഒക്കെ ഭയങ്കര സക്സസ് ആയിരുന്നു. 2024 ഓഗസ്റ്റിൽ കമ്പനി ലിസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഓഹരിയുടെ വില 74 രൂപയായിരുന്നു. പിന്നീട് ആ ഒരു ഓഹരിയുടെ വില വളരെ പെട്ടെന്ന് തന്നെ കുതിച്ചുയരുകയായിരുന്നു. ദിവസങ്ങൾ കൊണ്ടാണ് ഓഹരിയുടെ വില 157 രൂപ എന്ന് പറയുന്ന ആ ഒരു റേറ്റിലോട്ട് ഉയർന്നത്. എന്നാൽ അതിനുശേഷം കമ്പനിയുടെ ഓഹരിയുടെ വില പിന്നീട് താഴോട്ട് തന്നെ വരികയായിരുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ഓഹരി സെല്ല് ചെയ്യുന്നത് ഏകദേശം ഒരു 40, 41 രൂപ, 42, 43 രൂപ ആ ഒരു റേറ്റിലാണ്. അതായത് ഒരു 40 രൂപ വരെ ആ ഒരു കമ്പനിയുടെ ഓഹരി ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്നെടുത്ത് നിന്ന് ഏകദേശം 75% ഇടിവാണ് ആ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ജസ്റ്റ് ഇവരുടെ കമ്പനിയുടെ വാല്യുവേഷന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ $7 ബില്യൺ നിന്ന് $1.25 ബില്യൺ അതിന്റെ മൂല്യം കൂപ്പുകുത്തുകയായിരുന്നു. 2019 ഒരു ഇന്ത്യയുടെ വിപ്ലവം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഈ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ആ ഒരു പ്രതീക്ഷക്കൊത്ത് ഉയരാനായിട്ട് ഈ ഒരു കോമ്പറ്റീഷൻ്റെയും മറ്റൊക്കെ സമയത്ത് അവരെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഒല ഇലക്ട്രിക്കിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2019 ഭവിഷ് അഗർവാൾ ഒല ക്യാബ്സിൽ നിന്നും വേറിട്ടിട്ട് ഒല ഇലക്ട്രിക് എന്ന് പറയുന്ന പുതിയൊരു കമ്പനി തുടങ്ങുകയാണ്. ഒരു വിപ്ലവമായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാടധികം ഫണ്ടിങ് അവർക്ക് ലഭിക്കുകയാണ്. അതായത് 6 മാസത്തിനുള്ളിൽ തന്നെ കമ്പനി ഒരു യൂണിക്കോൺ ആയിട്ട് മാറുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഭവിഷിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. എന്നാൽ അത് അത്രത്തോളം സക്സസ്ഫുൾ ആയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ടെസ്ലയുടെ മാതൃകയിൽ ഇന്ത്യയിൽ EVയും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്ലാൻ. അതുകൊണ്ട് തന്നെ അവർ ബാക്കിയുള്ള ഡീലേഴ്സിനെയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഡയറക്റ്റായിട്ട് വണ്ടിയും കാര്യങ്ങളും കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാനും അവർ തുടങ്ങി. ഇതുകൊണ്ട് ടെക്നിക്കലി അവർക്ക് 2 ഗുണമാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ ഡീലേഴ്സിന്റെ ചാർജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിച്ചത് കൊണ്ട് തന്നെ ചെറിയ വിലക്ക് സ്കൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. പിന്നെ ഡയറക്റ്റ് കസ്റ്റമർ ഫീഡ്ബാക്ക് കമ്പനിക്ക് തന്നെ കിട്ടുന്നതായിരുന്നു അടുത്തൊരു ഗുണം. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങും അതേപോലെ തന്നെ കിടിലം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് കൂടിയിട്ട് 2022 373 കോടി രൂപയായിരുന്ന അവരുടെ വരുമാനം 2024 ആയപ്പോഴത്തേനും 5009 കോടി രൂപയായിട്ട് ഉയരുകയായിരുന്നു. ആ ഒരു സമയത്ത് ഇന്ത്യയിലെ സ്കൂട്ടറിന്റെ വിപണിയുടെ 50% ഒല കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു സക്സസിൽ നിൽക്കുന്ന ടൈമിലാണ് IPOയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 2024 ഓഗസ്റ്റിൽ 76 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഓഹരി വെറും 10 ദിവസം കൊണ്ടാണ് 157 രൂപയായത്. എന്നാൽ അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കമ്പനിയുടെ കാര്യം കുറച്ച് ക്ഷീണത്തിലാവുകയാണ്. ഓഹരിയുടെ വിലയും കാര്യങ്ങളൊക്കെ ഇടിയുന്നൊരു സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. 2024 വരുമാനമൊക്കെ നല്ല രീതിയിൽ വളർന്നു, നഷ്ടവും കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 ക്വാർട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനവും കാര്യങ്ങളൊക്കെ കുറയുകയും ചെയ്തു, ചെലവ് കൂടുകയും ചെയ്തു. അതായത് നഷ്ടം കഴിഞ്ഞതിന്റെ ഇരട്ടിയാവുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 57% വിൽപ്പന കുറയാണ്. കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓൾറെഡി ഉള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് വമ്പൻ ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആ ഒരു നഷ്ടവും കാര്യങ്ങളൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് 1700 കോടി രൂപയുടെ വായ്പ എടുക്കുകയാണ് നിക്ഷേപകരിൽ നിന്ന്. ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. എന്നാലും ജസ്റ്റ് അതുമാത്രമൊന്നുമല്ല ഒല കേട്ടിട്ടുള്ള അടി. ഒല തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്ലെയേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഫീൽഡിൽ. എന്നാൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാടധികം ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഫീൽഡിലോട്ട് വന്നിട്ടുണ്ട്. അതോട് കൂടിയിട്ട് ഇവരുടെ ആ ഒരു മേൽക്കോയ്മ അവസാനിക്കുകയാണ്. അതായത് ഇവരുടെ ഒരു പീക്ക് ടൈമിൽ ഏകദേശം 50% ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന അവർക്ക് ഇപ്പോൾ എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 2025 ജൂണിലത്തെ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 19% മാത്രമാണ് അവരുടെ മാർക്കറ്റ് ഷെയർ ഉള്ളത്. വേറൊരു കാര്യം നമ്മൾ നോക്കണം, 2024 ജൂണിൽ ഇത് 46% ആയിരുന്നു കേട്ടോ. പിന്നെ വേറെയും ഒരുപാടധികം പ്ലെയേഴ്സ് ഈ ഒരു ഇതിലോട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ. TVS ആയിക്കോട്ടെ, ബജാജ് ആയിക്കോട്ടെ, അവരവരുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. നല്ല ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ഒരുപാടധികം വർഷത്തെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ല സുഗമമായിട്ട് അത്തരത്തിലുള്ള EVയും കാര്യങ്ങളൊക്കെ വിൽപ്പനയൊക്കെ അവർ നടത്തുകയായിരുന്നു. പിന്നെ എയ്ത്തർ എനർജിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയ്ത്തർ വരെ ഒലേനെക്കാട്ടിലും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്.
പിന്നെ ഒല ഇലക്ട്രിക് ഇത്രത്തോളം തകരാനുണ്ടായ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർവീസ് പ്രശ്നങ്ങളും അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒലയുടെ ട്വിറ്റർ അക്കൗണ്ടിലൊക്കെ നമ്മൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം ട്വീറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് സാറ്റിസ്ഫൈഡ് അല്ലാത്ത കസ്റ്റമേഴ്സിൻ്റെ വണ്ടി റോട്ടിൽ നിന്ന് കത്തുക, അതേപോലെ തന്നെ വഴിയിൽ ഓഫ് ആവുക, അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ മോശമാണെന്നും അങ്ങനെയുള്ള ഒരുപാടധികം ഇഷ്യൂസ് ഇവരിങ്ങനെ എന്താ പറയുക ഡേ ബൈ ഡേ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അതിന് കമ്പനിയുടെ ഭാഗത്ത് നല്ലൊരു രീതിയിലുള്ള ഒരു പ്രതികരണം വരുന്നില്ല. അതേപോലെ തന്നെ CEO ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പെരുമാറുന്നതൊക്കെ കമ്പനിയുടെ മുഖച്ഛായനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കാനായിട്ട് സ്വന്തമായിട്ട് ഇതേപോലെ തന്നെ ഔട്ട്ലെറ്റുകളും കാര്യങ്ങളൊക്കെ തുടങ്ങുക എന്നുള്ളത് ആദ്യം നല്ലൊരു പ്ലാനായിട്ട് തോന്നിയെന്നുണ്ടെങ്കിലും പിന്നീട് അത് തിരിച്ചടിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് ഏകദേശം 4000-ഓളം ഷോറൂമുകൾ ഒല തുറന്നിട്ടുണ്ടെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ആ കണക്കുകൾ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നുള്ളത് കോടതി തന്നെ പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് ഒല ഇപ്പോഴെത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ മാത്രമല്ല വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനെയും ആശങ്കയിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ആളുകളും ഈ ഒരു കമ്പനിയുടെ ഓഹരി വിറ്റൊഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഹ്യുണ്ടായി ഏകദേശം 10 കോടിയോളം ഓഹരിയാണ് ഇവരുടെ വിറ്റൊഴിവാക്കിയത്. അതേപോലെ തന്നെ 2.7 കോടിയോളം ഓഹരി കിയയും വിറ്റൊഴിവാക്കി. ഇത് ഇവരുടെ പ്രൈസും കാര്യങ്ങളും പിന്നെയും കുറയാനും അതേപോലെ തന്നെ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് പിന്നെയും അത് നഷ്ടത്തിലോട്ട് വരാനും കാരണമായെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒല ഇലക്ട്രിക്കിന് എങ്ങനെയാണ് പുറത്തു വരാനായിട്ട് സാധിക്കുക? ഇതൊക്കെ പഠിക്കുന്നതിനും അതേപോലെ തന്നെ ലാഭം ഉയർത്തുന്നതിനും കമ്പനിയുടെ ഒരു സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് അവർ പുതിയ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് ലക്ഷ്യ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം ഗ്രോസ് മാർജിൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 19% ഉള്ളത് 36.5 എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കോസ്റ്റ് കട്ട് ചെയ്യുക, അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, കുറച്ചുകൂടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതൊക്കെയാണ് ആ ഒരു ടീം ലക്ഷ്യമിടുന്നത്. അടുത്തത് പ്രൊജക്റ്റ് വിസ്താർ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ റിലേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഒലയുടെ ഏറ്റവും വലിയൊരു പരാജയത്തിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറുമായിട്ടുള്ളവരുടെ റിലേഷൻ തന്നെയായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു വണ്ടിയുടെ സർവീസ് കാര്യങ്ങൾ അതേപോലെ തന്നെ ആഫ്റ്റർ സെയിൽസ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും കമ്പനി വേണ്ട രീതിയിൽ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടൊക്കെ തന്നെ കമ്പനിയിലുള്ള വിശ്വാസവും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തിയതൊക്കെ വല്ലാത്ത രീതിയിൽ ഈ ഒല ഇലക്ട്രിക്കിനെ ബാധിച്ചിട്ടുണ്ട്. സോ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒല നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ 2026 ഒലയുടെ ഇലക്ട്രിക് ബൈക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കമ്പനി വലിയ പ്രതീക്ഷയാണ് അതിന് നൽകുന്നത്. അതായത് ഇന്ത്യയിലെ വലിയൊരു ബൈക്ക് മാർക്കറ്റിൽ ചെറിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചാൽ തന്നെ അതൊരു വലിയ വിജയമാവുമെന്നാണ് കണക്കാക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ബൈക്കുകൾ കാര്യങ്ങളൊക്കെ വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കസ്റ്റമേഴ്സിനായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പരിഹരിക്കണം. അതേപോലെ തന്നെ അവരിലുള്ള ഒരു വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒല ബൈക്സ് വിറ്റു പോകാനുള്ളൊരു സാധ്യത നമുക്ക് എന്താ പറയുക കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മൾ ഒല ഇലക്ട്രിക്കിൻ്റെ ആ ഒരു എന്താ പറയുക തകർച്ചയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? എന്തൊക്കെ ആയിരിക്കാം ആ ഒരു കമ്പനി ആ ഒരു ഹൈറ്റിൽ നിന്ന് ഈ ഒരു താഴ്ചയിലോട്ട് വീഴാനുണ്ടായ കാരണങ്ങൾ? നിങ്ങൾ എന്തൊക്കെയാണ് കരുതുന്നത്? എന്തൊക്കെയാണെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.